എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 22 ഇന്ന് ആരംഭിക്കുന്നു. ഈ 22ാമത്തെ അധ്യായത്തിലെ ദിവോദാസ വംശം പറയണു ആദ്യം. അതിനുശേഷം ഋക്ഷവംശത്തിലെ ജരാസന്ധൻ, പാർത്ഥൻ, ദുര്യോധനൻ മുതലായവർ ജനിച്ച സംഗതികളൊക്കെ വിവരിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത നവമസ്കന്ധ ദ്വാവിംശോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാത് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യൽ സൂരയ. തേജോ വായുമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിः തൽക്ഷണാൽ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയദയാദരവോഭിനേതും തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാദിസേവിതം കപിതജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. വാഗർത്ഥാവിവ സംപൃക്തോ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃപിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി സീതാച്യുത മാരുതേശ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച. മിത്രേയുശ്ച ദിവോ ദാസാൽ ച്യവനസ്തൽസുതോ നൃപ സുദാസ സഹദേവോധ സോമകോ ജന്തുജന്മകൃ. ശിവബ്രഹ്മർഷി പറയാണ്, ദിവോദാസനിൽ നിന്ന് മിത്രേയു എന്ന പുത്രനുണ്ടായി. ഹേ രാജാവേ, അദ്ദേഹത്തിന്റെ പുത്രന്മാര് ച്യവനൻ, സുദാസൻ, സഹദേവൻ,
സോമകൻ. അങ്ങനെ 4 പേര്. സോമകന് ജന്തു എന്ന ഒരു പുത്രൻ ഉണ്ടായി. തസ്യ പുത്രശതം തേഷാം യവീയാൻ പൃഷദസുത ദ്രുപദോ ദ്രൗപദീ തസ്യ ദൃഷ്ടദ്യുമ്നാദയസുത. സോമകന് 100 പുത്രന്മാരുണ്ടായി. അവരിലെ മൂത്ത പുത്രനാണ് ജന്തു. കനിഷ്ഠൻ പൃഷദൻ എന്ന പുത്രൻ. പൃഷദന് ദ്രുപദൻ എന്ന ഒരു പുത്രനുണ്ടായി. ആ ദ്രുപദന്റെ പുത്രിയാണ് നമ്മുടെ ദ്രൗപദി, പാഞ്ചാലി. ദ്രൗപദിക്ക് ധൃഷ്ടദ്യുമ്നൻ മുതലായിട്ടുള്ള സഹോദരന്മാരും ഉണ്ടായി. ധൃഷ്ടദ്യുമ്ന ധൃഷ്ടകേതു ധാർമ്മ്യാ പഞ്ചാലകായിമേ യോ അജമീഢസുതോ ഹ്യന്യ ഋക്ഷ സംവരണസ്തത. ധൃഷ്ടദ്യുമ്നന് ധൃഷ്ടകേതു എന്നൊരു പുത്രൻ ഉണ്ടായി. ഭർമ്യാംശ വംശശാഖകളായ ഇവരെ പഞ്ചാലകന്മാര് എന്ന് പറയും. പിന്നെ ഇനി അടുത്തത് അജമീഠനിൽ നിന്നുണ്ടായ മറ്റൊരു വംശത്തെ പറ്റി പറയാണ്. അജമീഠന് ഋക്ഷൻ എന്നു പേരായ ഒരു പുത്രൻ, വേറൊരു പുത്രനും കൂടി ഉണ്ടായിരുന്നു. ആ ഋക്ഷന് സംവരണൻ എന്നൊരു പുത്രൻ ഉണ്ടായി. തപത്യാം സൂര്യകന്യായാം കുരുക്ഷേത്രപതി കുരു പരീക്ഷിത് സുധനുർജന്ഹു നിഷധാ സംവരണന്റെ ഭാര്യ സൂര്യപുത്രിയായ തപതി. അവളിൽ സംവരണന് ഒരു പുത്രനുണ്ടായി. കുരു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹമാണ് കുരുക്ഷേത്രത്തെ നിർമ്മിച്ച രാജാവ്. അതുകൊണ്ടാണ് കുരുവംശം എന്ന് പറയുന്നത്. കുരുവിന് പരീക്ഷിത്ത്, സുധനുസ്, ജന്നു, നിഷധാശൻ എന്ന 4 പുത്രന്മാരുണ്ടായി. സുഹോത്രോ പുൽസുധനുഷ ചെവനോധ തഥകൃതി വസുസ്തസ്യോപരിചരോ ബൃഹദ്രഥമുഖാസ്തദാ. സുധനുസിൽ നിന്ന് സുഹോത്രൻ ഉണ്ടായി. അദ്ദേഹത്തിന് ചെവനൻ എന്നൊരു പുത്രനുണ്ടായി. ചെവനന്റെ പുത്രന്റെ പേര് കൃതി. ആ കൃതിയിൽ നിന്ന് ഉപരിചരനായ വസു ഉണ്ടായി. വസുവിന് ബൃഹദ്രഥൻ മുതലായ പുത്രന്മാരുണ്ടായി. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.